വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് ഫിസ്റ്റുല രോഗികൾക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. നമുക്കറിയാം, ഫിസ്റ്റുല എന്ന് പറയുന്ന രോഗം, അതിൻ്റെ ഒരു തീവ്രതയൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ രോഗം വന്നിട്ടുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. രണ്ട് തരത്തിലാണ് ഫിസ്റ്റുല രോഗികൾ ഉള്ളത്. ഒന്ന്, ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ, അല്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിലും വയറെരിച്ചിലുണ്ടാകുന്നവർ, അല്ലെങ്കിൽ സമയം തെറ്റിയാൽ വയറെരിച്ചിലുണ്ടാകുന്നവർ, അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും എരിവും പുളിയും കഴിച്ചാൽ തന്നെ വയറെരിച്ചിൽ വരുന്നവർ, ഇത്തരക്കാരിൽ വരുന്ന ഒരു തരം ഫിസ്റ്റുലയുണ്ട്. മറ്റൊരു ഫിസ്റ്റുല എന്ന് പറയുന്നത് എന്ത് കഴിച്ചാലും ദഹിക്കാത്ത ബുദ്ധിമുട്ടുള്ളവർ, വെള്ളം കുടിച്ചാൽ പോലും ഗ്യാസ് വരുന്നു, അല്ലെങ്കിൽ കപ്പലണ്ടി കഴിച്ചാൽ കപ്പ കഴിച്ചാൽ ഗ്യാസ് വരുന്നവർ, ഇത്തരക്കാരിൽ വരുന്ന ഒരു തരം ഫിസ്റ്റുലയുണ്ട്. അപ്പോൾ ഈ രണ്ട് തരം ഫിസ്റ്റുല ഉള്ള രോഗികൾക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ അവർക്ക് കൃത്യമായിട്ട് ഏതൊക്കെയാണ് ഇവർക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ അസിഡിറ്റി മൂലമുള്ള ഫിസ്റ്റുലയുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് അവിടെ നിന്നും അതിൽ പറയാത്ത കുറച്ചും കൂടി പോയിന്റ്സ് കൂടി കൂട്ടിയിട്ടാണ്. അതായത് നമുക്ക് പലപ്പോഴും രോഗികളാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇത് എഴുതി വെച്ചിട്ടില്ല, ഇന്ന ഭക്ഷണം കഴിച്ചാൽ ഫിസ്റ്റുല വർദ്ധിക്കുമെന്നൊന്നും. പക്ഷേ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഫിസ്റ്റുലയ്ക്ക് മരുന്ന് കൊടുക്കുന്നു, കുറച്ചൊക്കെ ഡയറ്റ് ക്രമീകരണങ്ങൾ നടത്തുന്നു, ഉണങ്ങിയ ഫിസ്റ്റുല. പക്ഷേ ചിലപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അത് വർദ്ധിക്കുന്നു, ആ ഭക്ഷണം നിർത്തുമ്പോൾ അത് മാറുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഭക്ഷണം ഈ രോഗത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം ഭക്ഷണങ്ങളൊന്നും ഈ ടൈപ്പ് ഓഫ് ഫിസ്റ്റുല ഉള്ളവർ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഭക്ഷണം, ഏറ്റവും കൂടുതൽ ഫിസ്റ്റുല രോഗികൾ വരുന്ന അസിഡിറ്റി മൂലമാണ്. ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ, അത് ഭയങ്കരമായി നെഞ്ചിരിച്ചിലുള്ളവർക്കൊക്കെ വരുന്ന ഫിസ്റ്റുലയാണ് നമ്മൾ ആദ്യം പറയുന്നത്. അവർ ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചായയും കോഫിയും, അച്ചാറ്, പപ്പടം, ബിസ്ക്കറ്റുകൾ, ചോക്ലേറ്റുകൾ, ഈ ഹെൽത്ത് ഡ്രിങ്ക്സ്, അങ്ങനത്തെ സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കുക. അതുപോലെ കോള പോലെയുള്ള സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കുക. ഇതൊക്കെ ഭയങ്കര ഹൈപ്പർ അസിഡിറ്റിയെ ഉണ്ടാക്കുന്നുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഡ്രിങ്കുകൾ കുടിക്കാതിരിക്കുക. പിന്നെ അത് ഫ്രൂട്ട്സുകളിലേക്ക് വരുമ്പോൾ ചെറുനാരങ്ങ ഭയങ്കരമായിട്ട് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ചെറുനാരങ്ങ, ഓറഞ്ച്, മുസമ്പി, പൈനാപ്പിൾ, ഗ്രേപ്പ്, മാംഗോ, വാട്ടർമെലൺ പൊതുവെ നമുക്ക് മധുരമാണെന്ന് തോന്നുമെങ്കിലും വയറിലെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെർമെൻ്റ് ചെയ്തുകൊണ്ട് പുളിപ്പിന് ഉണ്ടാക്കുന്നൊരു ഫ്രൂട്ടും കൂടിയാണ്. തൈര്, മോര്, തേൻ, ഇതെല്ലാം ഫിസ്റ്റുലയെ വർദ്ധിപ്പിക്കുന്ന ചില ഭക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ, രസം ഒരിക്കലും നമുക്ക് കഴിക്കാൻ അങ്ങനെ അസിഡിറ്റിയുള്ള ഫിസ്റ്റുലുള്ളവർ കഴിക്കാൻ പാടില്ല. സാമ്പാർ തന്നെ അതിൻ്റെ പുളിയൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ട് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ പച്ചക്കറികൾ കഴിക്കാൻ പാടില്ലാത്തത് കാബേജ്, കോളിഫ്ലവർ, ബീട്രൂട്ട്, ഡേറ്റ്സ്, മുരിങ്ങയില, ചുരയ്ക്ക, വഴുതനങ്ങ, ഈ പറയുന്ന പച്ചക്കറികൾ കഴിക്കുമ്പോഴും ഫിസ്റ്റുല വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ മത്സ്യവർഗ്ഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ ചെമ്മീൻ, അയില, പിന്നെ കുടുത എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരുപാട് ഓരോ നാട്ടുകളിലും ഉണ്ട്. ഈ പുളിയുള്ള മീനുകൾ പൊതുവെ നമ്മൾ ഒഴിവാക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ പൊതുവെ കടൽ മത്സ്യങ്ങൾ, ആദ്യത്തെ സ്റ്റേജിലൊക്കെ കടൽ മത്സ്യങ്ങൾ ഉപ്പുവെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ കടൽ മത്സ്യങ്ങൾ കഴിക്കുമ്പോഴും അത് ഫിസ്റ്റുല വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഡാം മത്സ്യങ്ങളോ അല്ലെങ്കിൽ പുഴ മത്സ്യങ്ങളോ കഴിക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല. അപ്പം ഇനി ഞാൻ പറയുന്നതിൽ വിട്ട് ഇനിയും ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫിസ്റ്റുലയുടെ മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ ഡയറ്റ് ക്രമീകരണം നടത്തി ഫിസ്റ്റുലയൊക്കെ ഉണങ്ങിയിരിക്കുമ്പോൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ പഴുപ്പ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ തലേദിവസം കഴിച്ച ഭക്ഷണം നോക്കുക. അത് നമുക്ക് നമ്മുടെ ഫിസ്റ്റുലയ്ക്ക് അനുയോജ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ മാംസാഹാരങ്ങളിൽ നോക്കുകയാണെങ്കിൽ താറാവിറച്ചിയൊക്കെ നമുക്ക് കഴിക്കാം, ആട്ടിറച്ചി നമുക്ക് കഴിക്കാം. അതൊന്നും വലിയ പോർക്കിറച്ചി പോലെയുള്ള സാധനങ്ങൾ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതേസമയം ചിക്കനും കാടയൊക്കെ അസിഡിറ്റി മൂലമുള്ളവർക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതേസമയം കുറച്ചൊക്കെ മാറി ഫിസ്റ്റുലയുടെ പഴുപ്പൊക്കെ മാറി കഴിയുമ്പോൾ ചിക്കനൊന്നും കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നം കാണുന്നുമില്ല. അപ്പോൾ അത് അക്കോർഡിംഗ് ടു ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചാണ്. ചിലവർക്ക് ഇനീഷ്യലി നല്ല പഴുപ്പുള്ള സമയത്ത് ചിക്കനും കോഴിമുട്ടയും കാടയും കാടമുട്ടയൊക്കെ കഴിക്കുന്നത് പൊട്ടയാണ്. അതേസമയം താറാമുട്ടയൊക്കെ നമുക്ക് കഴിക്കാം. അപ്പം ഇത്തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണമാണ് അസിഡിറ്റി മൂലം ഉള്ളത്. അസിഡിറ്റി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ ഭക്ഷണം കഴിക്കാൻ വൈകി കഴിഞ്ഞാൽ അമിതമായിട്ട് തളർച്ച തോന്നുന്നു, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തോന്നുന്നു, ശരീരം ഭയങ്കര ചൂട്, ഇത്തരത്തിലുള്ള പ്രകൃതി ഉള്ളവർക്ക് അസിഡിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേസമയം ഇൻഡൈജഷൻ മൂലമുള്ള ഫിസ്റ്റുല എങ്ങനെയാണ് മനസ്സിലാക്കുക? അവർക്ക് പലപ്പോഴും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ആരംഭിക്കുന്നു. അല്ലെങ്കിൽ അവർ പറയും കപ്പ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ കപ്പലണ്ടി കഴിച്ചാൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നു. ഇവർക്ക് ദഹിക്കുന്നില്ല പ്രോപ്പറായിട്ട് ഭക്ഷണം.
ഇവർക്ക് പ്രോപ്പറായിട്ട് ദഹിക്കാത്തവർക്ക് ഇത്തരം ഭക്ഷണങ്ങൾ, ഭൂമിക്കടിയിലുള്ള സാധനങ്ങൾ, നമ്മൾ പറയും കപ്പ, ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, അങ്ങനെ മധുരക്കിഴങ്ങ്, ഇത്തരം പറയുന്ന സാധനങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ നട്ട്സ്, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത എന്നൊക്കെ പറയുന്ന നട്ട്സുകൾ ഭയങ്കരമായിട്ട് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതുപോലെ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, നെയ്യ്, വെണ്ണ, ചീസ്, ബട്ടർ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ പാലുൽപ്പന്നങ്ങളെല്ലാം നമുക്ക് അത്തരക്കാർ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഏത്തപ്പഴം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പഴമാണ്. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങി കഴിക്കുന്നത് അവരെ സംബന്ധിച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം പൊരിച്ച് കഴിക്കാം അവർക്ക്. വിച്ച് ഈസ് ഐഡിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താറാമുട്ടയാണ് കൂടുതൽ ദഹിക്കാൻ ബുദ്ധിമുട്ട്, അതേസമയം കോഴിമുട്ട കുറച്ചും കൂടി ബെറ്ററായിട്ട് ദഹിക്കും. അപ്പോൾ ഈ ദഹനപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ ഇത്തരത്തിൽ അവർക്ക് ബീഫ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, ചിക്കൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അപ്പം ഇത്തരത്തിൽ ദഹന പ്രശ്നമുള്ളവർ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും അതിനനുയോജ്യമായ മരുന്നുകൾ കഴിക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെ ഫിസ്റ്റുല വളരെ പെട്ടെന്ന്, ഏറ്റവും എളുപ്പത്തിൽ ആരെ ഫിസ്റ്റുലാണ് ഉണങ്ങുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദഹിക്കാൻ ബുദ്ധിമുട്ട് ഉള്ള ശരീരപ്രകൃതിക്കാരൻ്റെയാണ് ഫിസ്റ്റുല നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാറ്റാനായിട്ടൊക്കെ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ ഫിസ്റ്റുല എന്ത് കാരണം കൊണ്ട് വന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് ഈ മേഖലയിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രോഗത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.